അല്ല ഗൈസ്, അപ്പോൾ ഇന്നലെ തമ്മിൽ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന ചർച്ചാ വിഷയം ആർഭാട കല്യാണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെതായ തോട്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കല്യാണം എന്ന് പറയുന്നത് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ബാച്ചിലർ ലൈഫൊക്കെ നിർത്തിയിട്ട് ഒരു കുടുംബ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. പൊതുവേ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും 20-30 ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ട് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വെച്ചുകൊണ്ടായിരിക്കും പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു അവസ്ഥ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര പേടി തോന്നും. അത് പേടിച്ചിട്ടൊക്കെ പലപ്പോഴും കല്യാണം തന്നെ കഴിക്കാൻ നമുക്ക് തോന്നാറില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് അവർ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് കല്യാണം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരില്ല എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ ആ സൊല്യൂഷൻ തീരുമെങ്കിലും അത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്സ് ഇടേണ്ടി വരും. കാരണം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആർഭാട കല്യാണം നടത്താനുള്ള റീസൺസ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ആർഭാട കല്യാണം നമ്മൾ നടത്തുന്നു എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഇൻറ്റിമേറ്റ് വെഡിങ് ആണ് നടത്തുന്നത്. ഒരു 20 പേരെ മാത്രം വിളിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 20 പേരിൽ ഉൾപ്പെടാത്ത നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ നമ്മളെ പിന്നീട് ശത്രുക്കളൊക്കെ ആയിട്ട് കാണും. എന്തുകൊണ്ട് കല്യാണത്തിന് വിളിച്ചില്ല, ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് വന്ന് നക്കി പോയിട്ട് നീയൊന്നും ഞങ്ങളെ വിളിച്ചില്ലല്ലേ എന്നൊക്കെ ചോദിക്കും. പച്ചയ്ക്ക് ചിലപ്പോൾ മുഖത്ത് നോക്കി ചോദിക്കും, അതൊക്കെ എന്തൊരു പിശുക്കാണ്, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിട്ട് എന്നൊക്കെ പല പല ചോദ്യങ്ങൾ നമ്മുടെ അടുത്തോട്ട് നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരൊക്കെ വിളിച്ചിട്ട് വലിയൊരു ആർഭാട കല്യാണം നടത്തേണ്ട സ്ഥിതിയിലോട്ട് എത്തും. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് എപ്പോഴും മക്കൾക്ക് ദ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു തോട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു 4 കല്യാണത്തിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമ്മുടെ മക്കളെ കല്യാണം നടത്തണം എന്നിവർ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും മാക്സിമം വലിയ ലോണൊക്കെ എടുത്തിട്ട് വലിയ ആർഭാടം കല്യാണം നടത്തും. എന്നിട്ട് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ചക്രശ്വാസം വിളിക്കേണ്ടി വരും. മൂന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കല്യാണ ചെക്കനും പെണ്ണിനും തോന്നുന്ന കാര്യം തന്നെയാണ്. അതായത് ഫോമോ. തൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ആർഭാടമായിട്ടുള്ള കല്യാണം നടന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്കും തോന്നും നമ്മുടെ കല്യാണം അതുപോലെ ആർഭാടമാക്കണം. അല്ലെങ്കിൽ ചുരുക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെങ്ങനെ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ആവുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആർഭാട കല്യാണം നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അച്ഛനമ്മമാർ പറയുന്ന മറ്റൊരു റീസൺ ഉണ്ട്. പലരുടെയും കല്യാണത്തിന് പോയിട്ട് ഒരുപാട് കാശ് കൊടുത്തിട്ടുള്ളതാണ്. അതൊക്കെ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണം ആർഭാടമായിട്ട് നടത്തണം, എല്ലാവരും ക്ഷണിക്കണം എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത് കിട്ടാണ്ടാവുന്ന കാശ് ചിലപ്പോൾ ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആയിരിക്കും ആളുകളിൽ നിന്ന് തിരിച്ച് കിട്ടാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 20, 30, 40 ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ട് വലിയൊരു കല്യാണം നടത്തിയിട്ട് ഈ 2-3 ലക്ഷം തിരിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ നഷ്ടപ്പെട്ട 2 കോടിക്ക് വേണ്ടി 5 കോടി മുടക്കാൻ ഞാൻ തയ്യാറാന്ന് പറയുന്ന പോലെ ഈ മേൽപ്പറഞ്ഞ റീസൺസ് കൊണ്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഒരു ആർഭാട കല്യാണത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യാവസ്ഥകൾ അല്ലെങ്കിൽ ഈ കാരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പോലെ കല്യാണം കഴിക്കാനുള്ള കുറച്ച് ചെറുപ്പക്കാർ ഒരു അപ്പർ ഹാൻഡ് എടുത്തിട്ട് നമ്മുടെ കല്യാണമൊക്കെ ആർഭാടമില്ലാതെ നടത്തി കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുറേ ഉപകാരമാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജനറേഷനും വലിയൊരു ഉപകാരമായി മാറും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ആർഭാടമില്ലാത്ത കല്യാണം ഒരു ട്രെൻഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും നമ്മൾക്ക് അനുഭവിക്കുന്ന ആ ഫോമോ മാറി കിട്ടും. നാട്ടുകാർ നമ്മളെ ചെറിയ കല്യാണം നടത്തിയെന്ന് പറഞ്ഞ് ക്രൂശിക്കുന്ന പരിപാടി മാറി കിട്ടും. ആളുകൾക്കിടയിലോട്ട് ഇത് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.